നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്തയിടെയായി പാകിസ്ഥാന് അന്താരാഷ്ട്ര വേദികൾ മതിയായ അംഗീകാരം ലഭിക്കുന്നില്ല. അമേരിക്ക പോലും പാകിസ്ഥാനെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫ് തന്നെ അവരുടെ അസംബ്ലിയിൽ പറഞ്ഞത്. അത് ഈ അടുത്ത ഇടെയായി മ്യൂണിച്ചിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീറിന് ഒരു വലിയ കളിയാക്കലാണ് ഉണ്ടായത്. അതായത് സൈനിക മേധാവിയായാലും ആരായാലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണമെന്ന് ഒരു സാധാരണ അംഗത്തിനോട് പറയും പോലെയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയോട് പറഞ്ഞത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള അംഗീകാരം ഇല്ലായ്മയാണ് പാകിസ്ഥാന് എല്ലാ വേദികളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായും ഉള്ള ഒരു കാരണമാണ് കിരാന ഹിൽസിൽ പാകിസ്ഥാൻ സൂക്ഷിച്ചു വച്ചിരുന്ന അണ്വായുധ ശേഖരം ഇന്ത്യ നശിപ്പിച്ചു എന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായി അത്ര ഒരു നല്ല സ്ഥിതിയിലുള്ള രാജ്യമല്ല. പക്ഷേ പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്നതിൽ പല രാജ്യങ്ങൾക്കും ബഹുമാനമുണ്ടായിരുന്നു. പാകിസ്ഥാന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൈനിക ശക്തി തന്നെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും അണ്വായുധ ശേഖരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ ന്യൂക്ലിയർ വാർഹെഡ്സ് ഇന്ത്യ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കൊക്കെയും അറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത്, പാകിസ്ഥാൻ പൊതുവേദികളിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനെ ഏറെ കാത്തു സംരക്ഷിച്ച അമേരിക്ക പോലും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വിലയും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ത്യജിച്ച ജീവനുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു സംഖ്യ തന്നെ വരും. ഏകദേശം 2005 മുതൽ 2013 വരെയുള്ള അഫ്ഗാൻ യുദ്ധത്തിൽ പോലും 80,000-ത്തിലധികം പാകിസ്ഥാനികളാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെട്ടത്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി നൽകിയത്. അത്തരത്തിൽ പാകിസ്ഥാൻ അരയും തലയും മുറുക്കി തങ്ങളുടെ സർവസ്വവും അർപ്പിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. 1980-കൾ പോലും റഷ്യക്കെതിരെ അമേരിക്ക നടത്തിയ നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. അത്തരത്തിൽ ഒരു രാജ്യത്തിനെ ടോയ്ലറ്റ് പേപ്പർ പോലെയാണ് അമേരിക്ക വലിച്ചെറിഞ്ഞത്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഈ കിരാന ഹിൽസിൽ പാകിസ്ഥാനുണ്ടാകുന്ന എല്ലാ സൈനികമായ ശക്തികളും നശിച്ചു കഴിഞ്ഞു. ഇനി പാകിസ്ഥാനെ എന്തെങ്കിലും തരത്തിൽ ഒരു അംഗീകാരം കൊടുത്ത് കൂടെ നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സാമ്പത്തികമായും സൈനികമായും ദുർബലമായ പാകിസ്ഥാനെ ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇനി മ്യൂണിച്ചിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും ഈ അടുത്ത ഇടയായിട്ടാണ് ഇന്തോനേഷ്യ പാകിസ്ഥാനിൽ നിന്ന് സ്റ്റെൽത്ത് മിസൈൽ വേണ്ട എന്ന് തീരുമാനിച്ചത്. ബംഗ്ലാദേശും അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ആയുധം തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നും ഇന്തോനേഷ്യയ്ക്കും അപ്പുറം മ്യാൻമാറുമായിട്ടും നേപ്പാളുമായിട്ടുമൊക്കെ പാകിസ്ഥാൻ ഈ രീതിയിലുള്ള സഹകരണങ്ങൾക്കൊക്കെയും ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇവിടങ്ങളിൽ നിന്നൊക്കെയും പാകിസ്ഥാന് തിരസ്കരണം മാത്രമാണ് ലഭിച്ചത്. പാകിസ്ഥാനെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയും ഉണ്ടായത്. തീർച്ചയായിട്ടും പാകിസ്ഥാനെ ബഹുമാനിച്ചിരുന്നു ഈ രാജ്യങ്ങൾ പലതും, പ്രത്യേകിച്ചും ഇന്തോനേഷ്യയൊക്കെ ബഹുമാനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. UAE ഈ അടുത്ത ഇടെയാണ് പാകിസ്ഥാൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള വിസ നിഷേധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ അവർക്ക് തങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടത്തിന് പകരമായിട്ട് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സൗദി അറേബ്യ പോലും. പാകിസ്ഥാനിൽ ആകെ കൂടി ഇപ്പോഴുള്ള കരുത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭീകരവാദികളാണ്. ഈ ഭീകരവാദികൾ പോലും പാകിസ്ഥാനെ ഇപ്പോൾ ബഹുമാനിക്കാത്ത അവസ്ഥയാണ്, തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയാണ്. ജെയ്ഷ് ഇ മുഹമ്മദ് ഈ അടുത്തയിടെയാണ് പറഞ്ഞത് തങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ പല ഭീകരവാദ സംഘടനകളുമായി പ്രത്യേകിച്ച് തെഹ്രീക്ക് താലിബാനുമായിട്ടൊക്കെയുള്ള ബന്ധം തകർത്തത് പാകിസ്ഥാനാണ്. എന്നാൽ പാകിസ്ഥാനെ കൊണ്ടൊരു പ്രയോജനവും തങ്ങൾക്കിപ്പോൾ ഇല്ല എന്നും അവിടുത്തെ ജെയ്ഷ് ഇ മുഹമ്മദ് തന്നെയാണ് ഈ അടുത്ത ഇടെയായി പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാനെ ഏതൊക്കെ രാജ്യങ്ങളും ഭീകരവാദ സംഘടനകളും ബഹുമാനിച്ചിരുന്നുവോ അവരൊക്കെയും പാകിസ്ഥാനെ ഇപ്പോൾ തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത്. അസിം മുനീർ മ്യൂണിച്ചിൽ വെച്ച് നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ കിട്ടിയ അപമാനത്തിനപ്പുറം എല്ലാ രാജ്യങ്ങളിൽ നിന്നും, അതായത് പാകിസ്ഥാൻ്റെ സഹകരണം ആഗ്രഹിക്കുന്ന, പാകിസ്ഥാൻ സഹകരിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ റിജക്റ്റ് ചെയ്യുന്ന, തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ
ആദ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ അണ്വായുധം ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ നിലം പരിശാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പിന്നെ പാകിസ്ഥാൻ തന്നെ നേരിട്ട് അമേരിക്കയെ വിളിച്ച് കാല് പിടിച്ച് പറയുകയുണ്ടായി ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ പറയാൻ വേണ്ടിയിട്ട്. കാരണം പാകിസ്ഥാൻ അട്ടിമുടി തകർന്നു എന്ന് പാകിസ്ഥാൻ ഉറപ്പായി. എന്താണ് കാരണമെന്നും പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞു. ഇനി ആ നേരം മുതലാണ് തീർച്ചയായിട്ടും അമേരിക്ക പാകിസ്ഥാനെ പുറന്തള്ളാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വണ്ണം ഇത്രത്തോളം അമേരിക്ക പുറന്തള്ളാൻ തുടങ്ങിയത് അതുമുതലാണ്. ഇനി പാകിസ്ഥാൻ്റെ ശനി ദിശയാണ് വരാൻ പോകുന്നത്. കാരണം സാമ്പത്തികമായി പാകിസ്ഥാൻ ഏറെക്കുറെ ദുർബലമായി കഴിഞ്ഞു. പാകിസ്ഥാനിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആകെ കൂടിയുള്ളത് കുറച്ച് മയക്കുമരുന്നിൻ്റെ വ്യാപാരമാണ്. അതും ആർമിയാണ് ഇതൊക്കെയും കൺട്രോൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ ആർമി സാമ്പത്തികമായി സമ്പന്നമാണ്, എന്നാൽ സൈനികമായി ഇപ്പോൾ ദുർബലമാണ്. പാകിസ്ഥാൻ്റെ ഭരണകൂടമാണെങ്കിലോ സാമ്പത്തികമായും സൈനികമായും ഒക്കെ ദുർബലമാണ്. കാരണം സൈന്യം പാകിസ്ഥാൻ്റെ ഭരണകൂടം പറയുന്നത് കേൾക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഏറെക്കുറെ വലിയ ദുർബലതയിൽ കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാവി കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.